ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 80-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത് തന്നെ സ്കോർ ബോർഡ് കാണിച്ചുകൊണ്ടാണ് കേട്ടോ. 80-ാം ദിവസം രാവിലെ 8 മണിക്ക് തന്നെ ഇതാ ഇവിടെ പാട്ടിട്ട് കൊടുത്തിരിക്കുക. പാട്ട് ഏതാണെന്ന് അറിയുമോ കൂട്ടുകാരെ? സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് വിരിഞ്ഞില്ലേ, അനുരാഗത്തെ നുകരാൻ വായോ രാവിൽ ആ പാട്ടാണ് കേട്ടോ. ഞാൻ പാടിയത് കേട്ടോ എന്നാലും കളിയാക്കല്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് ഋഷി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഋഷി ഇന്ന് കളിച്ചതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ആണെങ്കിൽ എത്രയോ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഋഷിയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ആരാണ് അയാൾ, ആരാണു നീ, ആ റൗണ്ട് പോലെ ആരാണ് അയാൾ, ഒപ്പമുള്ളവരെ ആരെ വിശ്വസിക്കാം, ആരെയെല്ലാം കൂടെ കൂട്ടാം. ലോട്ടാണ് കേട്ടോ. ലോട്ട് എടുക്കുക. ആ ലോട്ടിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതാണ് ടാസ്ക്. എന്നിട്ട് ഫൺ ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഒന്നാമത് വന്നിരിക്കുന്നത് ജാസ്മിനാണ് കേട്ടോ. ജാസ്മിന് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ പോയാൽ ഇവിടെ ഉള്ളവരിൽ നിന്നും ആരെ കൂടെ കൂട്ടും. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറയാനേ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അർജുനാണ്. എനിക്കിപ്പോൾ എന്തോ അർജുൻ ശ്രീധു ഇവരിലാണ് ട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അർജുനെയാണ് കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഷെടാ ഞാൻ ബാങ്ക് കൊള്ളയടിക്കാൻ ഇവളെ കൂടെയോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. രണ്ടാമതായി വന്നിരിക്കുന്ന ആരെന്നറിയുമോ? സായിയാണ് കേട്ടോ. അപ്പോൾ സായി വന്ന് ലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൃഷിയിടത്തിൽ ഒരു നോക്കുകുത്തി ആവശ്യം വന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്ന രീതിയിൽ. അപ്പോൾ സായി എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് മോൺസ്റ്ററിനെ തിരഞ്ഞെടുക്കാമെന്ന രീതിയിൽ. നോറയ്ക്കിപ്പോൾ മോൺസ്റ്റർ എന്നാണല്ലോ ഇവരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ആരാണെന്ന് പറയൂ, പേര് പറയൂ, കാരണവും പറയാനായിട്ട് കേട്ടോ. അങ്ങനെ നോറയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ലോട്ട് എടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് കേട്ടോ. നോറയും വന്നൊരു ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ട്രിപ്പ് പോയാൽ ഇവിടെ നിന്നും ആരെ ഒഴിവാക്കുമെന്ന രീതിയിൽ. അപ്പോഴത്തേക്കും നോറ സിജു ആണ് പറയുന്നത്, അതായത് എനിക്ക് കുറച്ച് മനസമാധാനം വേണം, ചുമ്മാ തർക്കിച്ച് വയ്യ, എനിക്ക് സ്വസ്ഥത വേണം എന്ന രീതിയിൽ സിജു ആണ് പറയുന്നത്. അങ്ങനെ ആ റൗണ്ട് അവിടെ കഴിയുന്നുണ്ട്. അതിനുശേഷം ടാസ്ക് വായിക്കാൻ കേട്ടോ. ടാസ്ക് 6ാമത്തെ ടാസ്ക്കാണ്. ഈ ടാസ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലൈവിനകത്ത് ഈ പൂച്ചയ്ക്കാരും മണികെട്ട് വന്ന ടാസ്ക് കാണിച്ചിട്ടേ ഇല്ല. പക്ഷേ എപ്പിസോഡിൽ നമ്മുടെ 9:30-ക്കുള്ള ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡിനകത്ത് ഈ ടാസ്ക്കാണ് ആദ്യം കാണിക്കുന്നത്. 6ാമത്തെ ടാസ്ക്. ഞാൻ അതിശയിച്ചു പോയി. ലൈവ് എഡിറ്ററാണെന്ന് അറിയാം, പക്ഷേ ഇത്രയ്ക്കേറെ ഒരു എഡിറ്റർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാര്യം ഞാൻ ഓർത്ത് ഉച്ചയ്ക്കൊക്കെ ഇരുന്ന കണ്ട ടാസ്ക് ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ലൈവ് കാണാം, ലൈവ് കണ്ടിട്ട് ആ ടാസ്ക് എന്താണെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ലൈവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എപ്പിസോഡിനകത്ത് കാണിച്ചിരിക്കുന്ന 6ാമത്തെ ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, പൂച്ചയ്ക്കാര് മണി കെട്ടും. എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ, ഈ ടാസ്കിന് 3 റൗണ്ടാണുള്ളത് കേട്ടോ. ഓരോ റൗണ്ടിലും CID രാംദാസ് വന്നിട്ട് ബെല്ലടിക്കും. അപ്പോൾ സ്റ്റോർ റൂമിനകത്ത് എല്ലാവർക്കും ഉള്ള മണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണികൾ പോയി എടുത്ത് ഓരോരുത്തർക്കും സിജോ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓരോ റൗണ്ടിലും ഈ CID രാംദാസ് വന്ന് മണിയടിക്കുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിൽ ഇതാണ്ടോ പൂച്ച അങ്ങോട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു സ്റ്റാച്യു പോലെ പൂച്ച അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂച്ചയിൽ കൊണ്ട് എന്താണ് ഈ മണി അങ്ങോട്ട് ഇടണം. അപ്പോൾ ആരാണോ ആദ്യം മണി ഇടുന്നത് അവർക്ക് ഒരു ടങ്ക് ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 റൗണ്ടിലും 3 ടങ്ക് ട്വിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ, അപ്പോൾ മാലയിടുക. അതിനുശേഷം ഈ റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ഇത് കറക്റ്റ് ആണെങ്കിൽ പച്ച ലൈറ്റ് കത്തും, തെറ്റാണ് പറഞ്ഞെങ്കിൽ ചുവപ്പ് ലൈറ്റ് കത്തും. അപ്പോൾ ഓരോ റൗണ്ടിനകത്ത് എത്ര പേരാണ് മാല ഇട്ടിരിക്കുന്നത് ആദ്യം പറയുന്ന വ്യക്തി കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആൾക്ക് പറയാനുള്ള അവസരമുണ്ട് കേട്ടോ. പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ആ റൗണ്ട് അവിടെ തീരും. രണ്ടാമത്തെ റൗണ്ടും ഇതുപോലെ തന്നെ രാംദാസ് ഒന്ന് മണിയടിക്കും. മണിയടിക്കുന്ന സമയത്ത് ഓടിപ്പോയി മാലയിടുക. ആരാണോ ആദ്യം മാലയിട്ടാൽ അവരൊരു ടങ് ട്വിസ്റ്റ് പറയണം. എന്താണെന്ന് വെച്ചാൽ, ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി, അത് പറയുക. പറയുന്നവർക്ക് പച്ച ലൈറ്റ് കത്തും, ആ റൗണ്ട് അവിടെ തീരും. മൂന്നാമതും CID വന്നിട്ട് ബെല്ലടിക്കും. അപ്പോഴത്തേക്ക് എന്താണ് പറയേണ്ടതെന്ന് പറയുമോ? അരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ, ഇത്രയും പറയുക. ഇങ്ങനെയാണ് 3 റൗണ്ട്. ആദ്യം പറയുന്നവർക്ക് ഫസ്റ്റ് പോയിന്റ് കേട്ടോ, 1 പോയിന്റ്. രണ്ടാമത് പറയുന്നവർക്ക് 2ാമത്തെ പോയിന്റ്. മൂന്നാമത്തെ റൗണ്ടിൽ പറയുന്ന ആൾക്ക് 3 പോയിന്റ്. ഇങ്ങനെയാണ് പോയിന്റ് നില വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ടാസ്ക് എന്താണെന്ന് കാണാം. ബിഗ് ബോസ് ഈ അരുതരുത് കുതിര അത് കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്തോട്ടെ. എല്ലാവരും ബൈഹാർട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പുറത്ത് പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല. എങ്ങനെയെങ്കിലും ഈ ഗ്രൗണ്ട് ജയിച്ചേ പറ്റുള്ളൂ മനസ്സിലിങ്ങനെ ദൃഢപ്രതിജ്ഞതയോടുകൂടെ അവിടെ വെളിയിൽ പോയിരിക്കാൻ. ഈ സമയത്തേക്ക് CID രാംദാസ് തട്ടി. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വന്നു, ഇപ്പോൾ ഞാൻ അടിക്കില്ല, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അടിക്കും, ഏത് പാതിരാത്രി ആയാലും കേട്ടോ. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും CID വന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, ആപ്പിൾ വേണോ,
ആപ്പിൾ എനർജിക്ക് നല്ലതാണ്, ഇവിടെ ആർക്കും ഒരു ഊർജ്ജമില്ല എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ കഴിച്ചുകൊണ്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലാലേട്ടൻ വന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ എല്ലാവരും ഓടിപ്പോയി മാല ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ബെല്ലടിച്ചില്ലായിരുന്നു. ബെല്ലടിച്ചതിന് ശേഷം മാല ഇട്ടത് ഋഷിയാണ് ആദ്യം കേട്ടോ. അങ്ങനെ ഋഷി പറയുകയാണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. കറക്റ്റായിരുന്നു, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ് റെഡ് ബൾബ്. പറഞ്ഞു തീർന്നതും പച്ച ലൈറ്റ് കത്തിയതും ഒത്തായിരുന്നു. അങ്ങനെ ഈ റൗണ്ടിൽ ജയിച്ചിരിക്കുന്ന ഋഷിയാണ്, 1 പോയിന്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഡൊമക്സിൽ പ്രേക്ഷകർക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ടീമൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടണൽ ടീമിന് വേണ്ടി സിജോ, സായി, അർജുൻ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കളിച്ചിരിക്കുന്നത്. അവർ 1ാമതെത്തി, 2ാമത് ഡെന്നെത്തി, 3ാമത് നെസ്റ്റ് എത്തി, 4ാമത് എത്തിയിരിക്കുന്നത് നന്ദനെ ഋഷിയാണ് കേട്ടോ. പീപ്പിൾസ് ടീമാണ് കേട്ടോ. അപ്പോൾ ഡെന്നിനകത്ത് അഭിഷേക് ശ്രീകുമാരും ശ്രീധുവും ജാസ്മിനാണ്, നെസ്റ്റിനകത്ത് ജിൻഡോയും നോറയാണ് കേട്ടോ. അങ്ങനെ അവസാനം വന്നത് കേട്ടോ ഋഷി നന്ദനെയാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ആൾക്കാർ കിടക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. പൂച്ചക്കാർ മണികെട്ടും റൗണ്ട് 2ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ അങ്ങനെ CID രാംദാസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബെല്ലടിക്കുന്നതിന് മുന്നേറ്റ് സായി സിജോയ്ക്ക് അവർക്ക് ഒരു ഹിൻഡ് കൊടുക്കുകയാണ്. അത് ലാലേട്ടൻ വന്നു, അതാ ഇപ്പോൾ ബെല്ലടിക്കും എന്ന രീതിയിൽ ഇവർ കളിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയല്ല ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് അവരിയ്ക്കുന്ന സമയത്ത് ബെല്ലടിക്കുക, ഓടി ആരാണ് ആദ്യം പോയി മാല എടുക്കുക. ഇത് ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സായി സിജോ. എനിക്ക് അത്ര വലിയതായിട്ട് തോന്നിയില്ല കേട്ടോ. എന്തായാലും അവിടെ ഒരു തർക്കം വരുന്നുണ്ട്. ജാസ്മിൻ ആദ്യം ഇട്ടത് ജാസ്മിൻ പറയുന്നുണ്ട്, നന്ദന ആദ്യം ഇട്ട് നന്ദന പറയുന്നുണ്ട്, ഋഷിയാണ് 3ാമത് ഇട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊരിഞ്ഞ ഒരു തർക്കം. അവസാനം സിജോ പോയി ക്യാമറ നോക്കി പറഞ്ഞു, ബിഗ് ബോസ് ഇവിടെ ആണെങ്കിൽ ആകെ കൺഫ്യൂഷനാണ്, ഒന്നുമില്ല ഈ റൗണ്ട് റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെന്താണെന്ന് ബിഗ് ബോസ് തന്നെ പറയണം. ജാസ്മിൻ ആണെന്ന് ജാസ്മിൻ പറയുന്നു, നന്ദനയാണെന്ന് നന്ദന പറയുന്നു. അങ്ങനെ ഋഷിയും ജിൻഡപ്പനും തമ്മിൽ ഒരു തർക്കം വരുന്നുണ്ട്. ഋഷി പറയുന്നുണ്ട് ഋഷിയാണ് 3ാമത് ഇട്ടെന്ന്. പക്ഷേ മാലയുടെ ഒരു കിടക്കുന്ന കടപ്പുവശമൊക്കെ നോക്കിയിട്ട് ജിൻഡപ്പനാണ് 3ാമത് ഇട്ടതായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു, സിജോ ആരാണ് മണി അടിച്ചതിന് ശേഷം മാല ആദ്യം ഇട്ടത്? അപ്പോൾ സിജോ പറഞ്ഞ് ജാസ്മിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഈ പൊരിഞ്ഞ അടിയും തർക്കവും നടന്നിട്ടും നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഇന്ന് മറ്റുള്ളവർക്ക് ഗെയിം വിട്ടുകൊടുത്ത് സുഖം ഉറക്കമായിരുന്നു കേട്ടോ. അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാസ്മിനാണ് ആദ്യം വന്നത്. ജാസ്മിൻ പറയേണ്ടത് എന്താണെന്നറിയോ, ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി, തെറ്റിപ്പോയി കേട്ടോ, റെഡ് ലൈറ്റ് അടിച്ചു. അതിനുശേഷം നന്ദന വന്നു, നന്ദന പറഞ്ഞത് തെറ്റിപ്പോയി. ഈ ടാസ്ക് ഇങ്ങനെ ടങ്ക് ട്വിസ്റ്റ് ഇങ്ങനെ ഈ ഒളരിയിലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നന്ദന എനിക്കറിയാം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് എടുത്ത് ചാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്ദന തെറ്റിക്കാതെ പറയുമെന്ന്. പക്ഷെ നന്ദന തെറ്റിച്ചു, ജിൻഡപ്പൻ തെറ്റിച്ചു, ഋഷിയാണ് വന്ന് കറക്റ്റ് പറഞ്ഞു, പച്ച ലൈറ്റ് കത്തിയിരിക്കുന്നു. അങ്ങനെ 2ാമത്തെ റൗണ്ടിൽ ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി എന്ന് തെറ്റാതെ പറഞ്ഞ് ഋഷി 2 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് സായിയും സിജോയും നന്ദനായിട്ട് ഡിസ്കഷൻ. നന്ദന കിടക്കുന്നു, അന്നെനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. എൻ്റെ ഗുരുവായൂരപ്പ സത്യമായിട്ട്, എൻ്റെ അമ്മ സത്യമായിട്ട് ഇനി നിങ്ങൾ ഒരു കാര്യത്തിലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദന കരഞ്ഞു പറയുന്നു. കാരണം സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജാസ്മിനാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്ന രീതിയിൽ. അങ്ങനെ നന്ദന പുറത്തു വരുന്നു. പിന്നെയും അവിടെ ന്യായീകരണം കൊണ്ട് സിജോയും സായിയും വരുന്നുണ്ട്. പക്ഷേ അവർ നിരപരാധികളാണ് കേട്ടോ. എന്തായാലും നന്ദനയ്ക്ക് നല്ല വിഷമമായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വിസിലടി ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. CID രാംദാസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ വെറുതെ ഒന്ന് വിസിലടിക്കാൻ വന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ഓടിപ്പോൾ എല്ലാവരും മാല ഇടുന്നുണ്ട്. ഈ സമയം നേരത്തെ അഭിഷേകാണ് ഉറങ്ങി കാണിച്ചെങ്കിൽ ഇപ്പോഴും അർജുനാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ടാസ്കിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും അവർ ഉറങ്ങുന്നുണ്ട്. അവിടെ അടിപൊളിയായിട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണയും നന്ദനയാണ് കേട്ടോ ആദ്യം മാല ഇട്ടിരിക്കുന്നത്. അങ്ങനെ നന്ദന പറയുന്നുണ്ട്, അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിയിലെ മുതിര തിന്നരുത് മുതിരേ, തെറ്റിപ്പോയി. അവസാനം ശ്രീധു വന്നിട്ട് ശ്രീധുവിന് നന്ദനയും ജാസ്മിനും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു, അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. പറഞ്ഞു തീർന്നതും പച്ച ലൈറ്റ് കത്തിയത് മൊത്തമായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് ശ്രീധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ സിജോ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് മലയാളം അറിയാം, മലയാളം അറിയാത്തതുപോലെ നടിക്കുകയാണ് എന്ന് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് ശ്രീധു അടിപൊളിയായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പോയിന്റ് ഈ ടാസ്കിൽ നേടിയിരിക്കുന്നത് ശ്രീധുവാണ്. ഉറങ്ങിക്കിടന്ന അർജുനനും എണീറ്റ് വന്നു, അതുപോലെ തന്നെ അഭിഷേകം വന്നു കേട്ടോ. അങ്ങനെ അഭിഷേകം നോറയൊക്കെ ഇങ്ങനെ മൂടി പൊതിച്ച് അർദ്ധരാത്രി 2 മണിക്കാണ് കേട്ടോ ഈ ടാസ്ക് നടക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ടാസ്കിൽ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ള ഈ 6ാമത്തെ ടാസ്കിൽ ശ്രീധുവും ഋഷിയും 3 പോയിന്റ് നേടി രണ്ടുപേരും ഒരേപോലെ പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ 80ാം ദിവസത്തെ എപ്പിസോഡും തീർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് BB+നകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. അതായത് BB+നകത്ത് 4ാമത്തെയും 5ാമത്തെയും ടാസ്ക്കാണ് കാണിച്ചിരിക്കുന്നത്. 4ാമത്തെ ടാസ്കിനെ പറ്റിയിട്ട് ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 5ാമത്തെ ടാസ്ക് ജാസ്മിൻ വായിക്കുകയാണ്. 5ാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കൈത്താങ്ങും.
ഗാർഡൻ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ എന്താ പറയണ്ടേ, ഈ ചുവര് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ കട്ടകളും കൊടുത്തിട്ടുണ്ട്, 12 കട്ടകൾ. ആദ്യം ബിഗ് ബോസ് പറയും 2 കട്ട വെക്കുക, പിന്നെ 4 കട്ട, ഇങ്ങനെ വെച്ച് ബാലൻസ് ചെയ്ത് ഒറ്റ കൈ ഉണ്ട് കേട്ടോ, ബാലൻസ് ചെയ്ത് വെക്കുക. നോറയും അഭിഷേകമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം ഈ കട്ട ഇങ്ങനെ കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു, അവരാണ് ജയിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭിഷേക് വെച്ചിരിക്കുന്ന 8 മിനിറ്റും 5 സെക്കൻഡും വെച്ചിട്ടുണ്ടായിരുന്നു. സിജോയ് വന്നിട്ടുണ്ടായിരുന്നു. സിജോ 5 മിനിറ്റും 26 സെക്കൻഡുമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ജാസ്മിനും ശ്രീതുവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിരിക്കുന്നത് അർജുനും ജിൻഡോയാണ് കേട്ടോ. അർജുനും ജിൻഡോയും അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. അർജുൻ ഇരിക്കുന്നു, ജിൻഡോ ആ സമയത്ത് ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ജിൻഡോ ഇങ്ങനെ അങ്ങനെയല്ല കൈ വയ്ക്കുന്നത്, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീതുവും നന്ദനൊക്കെ ഭയങ്കര അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിൻഡോ ആണെങ്കിൽ അതിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അടിപൊളിയായിട്ട് പിടിച്ചു വയ്ക്കുന്നുണ്ട്. അർജുൻ 8 മിനിറ്റും 9 സെക്കൻഡും ആയപ്പോഴത്തേക്കും താഴെ കട്ടകളെല്ലാം പോയി. ജിൻഡോ എന്താണ് ബിഗ് ബോസ് ചോദിക്കുന്നത്, ജിൻഡോ എന്താണിത്, 12 മിനിറ്റ് 31 സെക്കൻഡുമാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ ജിൻഡോയാണ് 3 പോയിൻ്റ് നേടി ഫസ്റ്റ് വന്നിരിക്കുന്നത്. രണ്ടാമത് അർജുനാണ് 2 പോയിൻ്റ് നേടി വന്നിരിക്കുന്നത്. മൂന്നാമത് അഭിഷേകാണ് കേട്ടോ. ഇതുവരെയുള്ള പോയിൻ്റ് ഇന്നലെ അഭിഷേകാണ് മുന്നിട്ട് നിൽക്കുന്നത്, 11 പോയിൻ്റ്. ജിൻഡപ്പൻ 6 പോയിൻ്റ്, റഷി 5, സായി 5, അർജുൻ 4, ശ്രീതു 3, ജാസ്മിൻ 2, സിജോ 1. നോറയും നന്ദനും ഇതുവരെയും പോയിൻ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ടാസ്ക്കായിട്ട് നടന്നിരിക്കുന്നത്. 3 ടാസ്ക്കാണ്: ചാഞ്ചാട്ടം, പൂച്ചയ്ക്ക് ആര് മണികെട്ടും, കൈത്താങ്ങും. 4ാമത്തെ ചാഞ്ചാട്ടം എന്ന ടാസ്കിൻ്റെ ലൈവ് അപ്ഡേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ അത് കാണുക. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.